ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും MS സൊല്യൂഷൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിലേക്ക് വന്നിരിക്കുന്നു. സന്തോഷം. എല്ലാവരും ഇപ്പം തന്നെ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ ബയോളജി പരീക്ഷ ടഫാവും. വിട്ടിരില്ല. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാണ്ട് നിങ്ങൾ പോയാൽ പൊന്നു മക്കളെ, നിങ്ങളെ പരീക്ഷ പൊട്ടും. ഇല്ല കേട്ടോ, ആയിക്കോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരും കേട്ടോ. ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഡെയിലി വ്ളോഗ്സ് എന്ന് ഉദ്ദേശിച്ചത് വീടും കുടുംബക്കാരും കൂട്ടുകാരും പിന്നെ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. വെറും എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ചാനൽ ഉണ്ടാവും. അത് 1 മില്യൺ ഫോളോവേഴ്സുള്ള ചാനലാണ്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ വിട്ട് കളിക്കാൻ പറ്റൂല. ഓക്കെ, പിന്നെ 1 മില്യൺ സെലിബ്രേഷൻ അവിടെ ഇവിടെ ഒന്നും തീരുമാനിച്ചില്ല. പക്ഷേ അതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് ഉണ്ടാവും. അതായിരിക്കില്ല കുറച്ചും കൂടി രസം ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടും കേട്ടോ. ഓക്കെ, സോ തീർച്ചയായിട്ടും നമ്മളെ മെയിൻ ഡയലോഗ് പറയാതിരിക്കാൻ പറ്റൂല. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഗൈസ്, MS-ന്റെ പ്രൊഡിക്ഷനിൽ ബയോളജിയിലേക്ക് പോകുന്നു. ബയോളജി നിങ്ങളുടെ 7-8 ചാപ്റ്ററിൽ നിങ്ങൾക്ക് ടോട്ടൽ 53 മാർക്കിനാണ് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചത്. അതിൽ നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് നോക്കിക്കേ. ഒന്നാമത്തെ ചാപ്റ്റർ, അതുപോലെ തന്നെ ഒന്നാമത്തെ ചാപ്റ്റർ 3, പിന്നെ 5, 6, 4 ഈ 5 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 35 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ചാപ്റ്ററും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 43 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 7ഉം 8ഉം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ അതൊരിക്കലും ഞാൻ നിങ്ങളോട് പഠിക്കേണ്ടെന്നല്ല പറയുന്നത്. ഇതുവരെയും പഠിച്ച് കഴിയാത്തവരുണ്ടെങ്കിൽ, പല കുട്ടികളും എന്നോട് പഠിച്ചിട്ട് തീരുന്നില്ല സാർ എന്ന് കമൻറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു ആദ്യത്തെ 6 ചാപ്റ്ററുകൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, പ്രഡിക്ഷൻ നോക്കിക്കോളി. യെസ്, അല്ല ഞാനിപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ SSLC 2024 ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആക്ടിവിറ്റീസ് ഓഫ് പ്ലാന്റ് ഹോർമോൺസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇന്നത്തെ ഇരിക്കാനുള്ള രസം. ഇന്നത്തെ SSLC മെയിൻ എക്സാമിൻ 2024 ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർക്കൂടെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയക്കാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ 52ാമത്തെ പേജിൽ സസ്യങ്ങളിലും ഹോർമോണുകൾ എന്ന് പറയുന്ന ഹെഡിങ്ങോട് കൂടിയുള്ള ഒരു ഭാഗമുണ്ട്. അത് വായിച്ചാൽ മതി. ഓക്കെ, മലയാളം മീഡിയം കൂടി കൊടുക്കുന്ന സമയത്ത് വലിയ സ്ലൈഡായി പോകുന്നുണ്ട്. ഓക്കെ, സോ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയത്തിൽ പേജ് നമ്പർ 52. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ച് മേ ബി നിങ്ങളുടെ SSLC മെയിൻ എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, ഓക്സിൻസ്, ഗിബർലിന്, എത്തലിന് ഇവരുടെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. സസ്യങ്ങളിലും ഹോർമോണുകൾ എന്ന് പറയുന്ന പേജ് നമ്പർ 52 തന്നെയാണ് ഇതും മലയാളം മീഡിയത്തിലുള്ളത്. ഓക്കെ, ഇനി അടുത്തതായി ക്യാൻസർ, അതിൻ്റെ റീസൺ, ട്രീറ്റ്മെൻറ്റ്. ബയോളജിയിലെ SSLC മെയിൻ എക്സാം 2024 ചോദിച്ചിരിക്കും മക്കളെ ക്യാൻസറിനെ കുറിച്ച്. അതിൻ്റെ പേജ് നമ്പർ മലയാളം മീഡിയം വരുന്നത് 67, 68 പേജ് നമ്പറാണ്. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അതിൻ്റെ ആൻസർ, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇത് തന്നെ പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, ആൻസർ ഇവിടെ ഉണ്ട്. മലയാളം മീഡിയക്കാർ എന്ത് ചെയ്യണം? പേജ് നമ്പർ 67ഉം 68ഉം വായിച്ചാൽ ക്യാൻസർ, അതിൻ്റെ റീസണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, കാരണങ്ങളും അതിനെ പിന്നെ ട്രീറ്റ് ചെയ്യുന്ന മാർഗങ്ങളും ഒക്കെ കേട്ടോ. ഇനി 4ാമത്തെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ചാൾസ് ഡാർവിനെ കുറിച്ചുള്ള തിയറിയെ കുറിച്ച് മേ ബി വിവിധ വ്യതിയാനങ്ങളുള്ള ജീവികളെ കുറിച്ച് പേജ് നമ്പർ 130 മലയാളം മീഡിയം പഠിക്കുന്നുണ്ട്. അതെന്തായാലും SSLC പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻസർ കീയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് സ്റ്റേജസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും എൻസൈമുകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈമാണ്. ഇത് ജനിതക കത്രിക, ജനറ്റിക് സിസേഴ്സ് എന്നറിയപ്പെടുന്നു. വെളിച്ചേർക്കൽ ഉപയോഗിക്കുന്നത് ലിഗേസ് എന്ന എൻസൈമാണ്. ഇത് ജനിതക പശ, ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നു. എന്തായാലും ഇംഗ്ലീഷ് മീഡിയത്തിനൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജനറ്റിക് സിസർ, ജനറ്റിക് ഗ്ലൂ, പ്ലാസ്മിഡ്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. സ്റ്റേജസ് കേട്ടോ. എൻസൈം യൂസ്ഡ് ഫോർ ദിസ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് കേട്ടോ. പഠിച്ചോളണേ. യെസ്,
ഇനി അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ വാക്സിൻസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. പേജ് നമ്പർ 88 പേജിൽ നിങ്ങൾക്ക് മലയാളം മീഡിയക്കാർക്ക് പ്രതിരോധവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാക്സിൻസും ആൻറ്റിബയോട്ടികൾക്കും ഇടയിലുള്ള കമ്പാരിസനെ കുറിച്ചാണ് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഫങ്ഷൻസ് ഓഫ് ഹോർമോൺസ് ഓഫ് ഹൈപ്പോതലാമസ്, വളർച്ചയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 48, 49 പേജുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫങ്ഷൻസ് ഓഫ് ഹോർമോൺസ് ഓഫ് ഹൈപ്പോതലാമസ്, ഹൈപ്പോതലാമസുകളുടെ ഹോർമോണുകളുടെ ഫങ്ഷൻസ് നിങ്ങളുടെ SSLC 2024 ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തതായിട്ട് കമ്പാരിസൺ ബിറ്റ്വീൻ ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പേജ് നമ്പർ 43 മലയാളം മീഡിയക്കാർ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇത് ഉപയോഗിക്കാം. ഡയബറ്റീസ് മെലിറ്റസിനെ കുറിച്ചും ഡയബറ്റീസ് ഇൻസിപ്പിഡസിനെ കുറിച്ചും നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇസ് ഫീവർ എ ഡിഫൻസ് മെക്കാനിസം, വൈ? പനി ഒരു പ്രതിരോധ പ്രവർത്തനമാണോ? പേജ് നമ്പർ 85 പേജിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ആ ഒരു പേജ് നമ്പർ എടുത്തിട്ട് മലയാളം മീഡിയക്കാരെ നോക്കുക. ഇംഗ്ലീഷ് മീഡിയക്കാർ യെസ് ഇതൊരു പ്രതിരോധ പ്രവർത്തനം തന്നെയാണ് ആൻസർ എഴുതി കൊടുക്കുക. വേറെ വർത്താനൊന്നുമില്ലല്ലോ. ഓക്കെ, ബുദ്ധിമുട്ടില്ല, മുന്നോട്ട് പോവാം. ഓക്കെ, യെസ്, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദ റെറ്റിന, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദ റെറ്റിന. ഓക്കെ, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദ റെറ്റിന, റെറ്റിനയും പ്രകാശ ഗ്രാഹി കോശങ്ങളും പേജ് നമ്പർ 27 നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. കോൺ സെല്ലുകളെ കുറിച്ചും റോഡ് സെല്ലുകളെ കുറിച്ചും ഈ വർഷത്തെ SSLC മെയിൻ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇമ്പോർട്ടൻറ്റ്, മൈക്കൊക്കെ വർക്കിംഗ് അല്ലേ? ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പാത്തോജനിക് ഡിസീസസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാത്തോജനിക് ഡിസീസുകളെ കുറിച്ച് 59 മലയാളം മീഡിയക്കാർ 59, 61, 63, 65 പേജുകളിൽ പഠിക്കുന്നുണ്ടാകും. റാറ്റ് ഫീവർ പഠിക്കുന്നുണ്ട്, ട്യൂബർക്കുലോസിസ്, ഹെപ്പറ്റൈറ്റിസ്, മലേറിയ തുടങ്ങിയ രോഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ വർഷത്തെ SSLC ഉറപ്പിച്ചോളി മക്കളെ, SSLC മെയിൻ എക്സാം 2024 ബയോളജിയിൽ ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരിക്കും. ഓക്കെ, യെസ്, അടുത്തതായിട്ട് സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ബ്ലഡ് കോട്ടിംഗ്. ബ്ലഡ് കോട്ടിങ്ങിൻ്റെ സ്റ്റേജസ് ഞാൻ പേജ് നമ്പർ കൊടുത്തിട്ടില്ല, കാര്യം ഇതിവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മലയാളം മീഡിയക്കാർ ഇത് പഠിക്കുക, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് പഠിക്കുക. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ സ്റ്റേജുകളെ കുറിച്ച് പഠിക്കണം കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ന്യൂക്ലിയോടൈഡ്സുകളെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കും. പഠിക്കണം നിങ്ങൾ, ന്യൂക്ലിയോടൈഡുകളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് എക്സാമ്പിൾസ് ഫോർ മെഡിസിൻ പ്രൊഡ്യൂസ്ഡ് യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഓക്കെ, ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഓർഗാനിസം അതാ ഇന്റർഫെറൻസ് ഫോർ വൈറൽ ഡിസീസ്, ഇന്റർഫിറോൺസ് ഫോർ വൈറൽ ഡിസീസ്, എൻഡോമോർഫിൻ ഫോർ പെയിൻ റിലീഫ്, ചികിത്സക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുകളെ കുറിച്ച്. ഓക്കെ, അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ പഠിച്ചോളണം കേട്ടോ. ഓക്കെ, ഇനി ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ഇൻ ദ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് മാൻ, പേജ് നമ്പർ 136 മലയാളം മീഡിയക്കാർക്ക് കാണാൻ പറ്റും. മേ ബി ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഇതേ പേജ് നമ്പർ ആയിരിക്കൂലേ? യെസ്, ചില മേ ബി ഇത് തന്നെ ആയിരിക്കും പേജ് നമ്പർ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഉണ്ടാവും കേട്ടോ. എന്തായാലും ഇംഗ്ലീഷ് മീഡിയക്കാർക്കുടെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പഠിച്ചോളണം കേട്ടോ. അടുത്തതായിട്ട് ഗ്രോത്ത് ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു സൊമാറ്റോട്രോപ്പിനുമായി ബന്ധപ്പെട്ട ഗ്രോത്ത് ഡിസോർഡേഴ്സ്, അതായത് വളർച്ചാ രോഗങ്ങളെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അക്രോമെഗാലി, ഇതൊക്കെ ഞാൻ പഠിക്കുമ്പോഴും ഉണ്ട് കേട്ടോ. നല്ലതേ രോഗം എന്നല്ലേ, അക്രോമെഗാലി ഒക്കെ പഠിക്കാനുണ്ടാകും, പഠിച്ചോളണം കേട്ടോ. ഓക്കെ, ഇനി ഡിസോർഡേഴ്സ് ഡ്യൂ ടു ദ ക്രീഷൻ ഓഫ് തൈറോക്സിൻ, ഹൈപ്പോതൈറോയിഡിസം. ഇതും ഞാൻ പഠിക്കുന്ന സമയത്ത് വല്ലാതെ ചോദിക്കാറുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്, ഹൈപ്പോതൈറോയിഡിസത്തെ കുറിച്ച് കേട്ടോ. പഠിച്ചോളണേ, നിങ്ങൾ പഠിച്ചോളണം. ഓക്കെ, ഇനി സെൻസ് ഓഫ് ടേസ്റ്റ് ഫ്ലോ ചാർട്ട്. നമുക്ക് രുചി അറിയാനുള്ളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പേജ് നമ്പർ 34 ഉണ്ട്, പഠിച്ചോളണം കേട്ടോ. ഓക്കെ, ഇനി സെൻസ് ഓഫ് സ്മെൽ ഫ്ലോ ചാർട്ട്, ഗന്ധം അറിയാനുള്ള പേജ് നമ്പർ 19 എന്ന് പറഞ്ഞുള്ള പേജ് നമ്പറിൽ എന്തുണ്ട്, സ്മെല്ലിൻ്റെ സെൻസുകളെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. അതൊന്ന് നോക്കണം കേട്ടോ. ഇനി റിഫ്ലക്സ് ആർക്ക്, അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. 16 പേജിലാണുള്ളത്, 16 പേജ് നമ്പർ. സെൻസറി ന്യൂറോണ്, ഇന്റർ ന്യൂറോണ്, മോട്ടോർ ന്യൂറോണ്, എഫക്റ്റർ മസിൽസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി പ്ലാനേറിയ, ഐ സ്പോട്ട് ഫോർ ഡിറ്റക്റ്റിംഗ് ലൈറ്റ്, സ്നേക്ക്, ഷാർക്ക്, എന്താ ഫോർ ബാലൻസിങ്, ഫോർ സ്മെല്ല്. ഇതെന്താ സംഗതി എനിക്ക് കത്തിയില്ല, പ്ലാനേറിയ. എന്തായാലും നിങ്ങളെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ ഇതുപോലെ ചോദ്യങ്ങൾ കണ്ടേക്കാം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ച് പോകട്ടോ. ഓക്കെ,
ഓരോന്നിൻ്റെയും ഭാഗത്ത് ഓരോന്നിൻ്റെയും കഴിവുകളാണെന്ന് തോന്നുന്നില്ലേ. ഫോർ ഡിറ്റക്റ്റിംഗ് ലൈറ്റ് ഐ സ്പോട്ട്, പ്ലാനറിയിൽ ഐ സ്പോട്ടാണ്, പ്ലാനറിയിൽ ഐ സ്പോട്ട്. സ്നേക്ക് ആണെങ്കിൽ ജേക്കബ്സൺസ് ഓർഗൺ. സ്നേക്കിനെ കണ്ടിട്ട് ജേക്കബിൻ്റെ ഓർഗണേ നീ എവിടെ. പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികകൾ വായുവിടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺ ഓർഗനിൽ എത്തുന്നു. അപ്പോൾ അവിടെയുള്ള സന്ദർഭത്ത് ഇത് ഇതിൻ്റെ സെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കുമല്ലോ അല്ലേ. അടുത്തത് 22ാമതായിട്ട് ദോസ് ബ്ലഡ്സ് വിത്ത് RHR പോസിറ്റീവ്, ദോസ് വിത്തൗട്ട് RHR നെഗറ്റീവ് ബ്ലഡ്. ഇഫ് ബ്ലഡ് ഈസ് നോട്ട് കമ്പാറ്റബിൾ ദ ആൻറ്റിജൻ ഇൻ ദ റിസീവ്ഡ് ബ്ലഡ് വിൽ റിയാക്ട് വിത്ത് ദ ആൻറ്റിബോഡി ഇൻ ദ അഗ്ലൂട്ടിനേഷനോ. എന്തായാലും ഇത് പഠിച്ചോളിട്ടോ. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അരുണ രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള AB എന്നീ ആന്റികളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിനകതം. യെസ്. അടുത്തത് ന്യൂറൽ ഡിസോർഡേഴ്സ്, നാഡീ രോഗങ്ങളായിരിക്കും അല്ലേ. അതെന്തായാലും പഠിക്കണം. പേര് കേട്ടിട്ട് എനിക്ക് വരുന്നൊക്കെ തോന്നുന്നുണ്ട്. പേജ് നമ്പർ 19 ടേബിൾ പഠിച്ചോളാം കേട്ടോ. മലയാളം മീഡിയക്കാർ പേജ് 19 ടേബിൾ പഠിക്കുക. ഇനി ഡിസീസസ് എഫക്റ്റിംഗ് ക്രോപ്സ്, രോഗകാരി, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അതിൻ്റെ രോഗങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ബാക്ടീരിയ രോഗങ്ങളൊക്കെ, ബാക്ടീരിയൽ ഡിസീസൊക്കെ ഒരുപാട് ചോദിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. 25ാമതായിട്ട് 44 സൊമാറ്റിക് ക്രോമസോം പ്ലസ് എക്സസ് സെക്സ് ക്രോമസോംസ് ഇൻ ഫീമെയിൽസ്, 44 പ്ലസ് XY ഇൻ മെയിൽസ്. ഗാമേറ്റ്സ് ഹാവ് 22 പ്ലസ് X ഓർ 22 പ്ലസ് Y. പേജ് നമ്പർ കുഞ്ഞ് ആണോ പെണ്ണോ, പേജ് നമ്പർ 111. ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് സിനാപ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പേജ് നമ്പർ 11 കേട്ടോ. ഓക്കെ. അറ്റ് ലാസ്റ്റ് സെറിബെല്ലം ഹൈപ്പോതലാമസ്, ഇതിൻ്റെ പിന്നെ മെഡുല ഒബ്ലാങ്കേറ്റ, ഇതിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. പേജ് നമ്പർ 14, മലയാളം മീഡിയക്കാർക്ക് 14ാമത്തെ പേജ് നമ്പറിൽ കാണാൻ പറ്റും. സോ ഇത്രയും ചോദ്യങ്ങളാണ് MS പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു 25 തൊട്ട് 30 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. സർ ഈ സ്ലൈഡുകൾ എവിടെ നിന്നാണ് കിട്ടുക സർ? PDF ആയിട്ട് വാട്സപ്പ് ചാനൽ ഉണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ചാനലുണ്ട്. ചാനൽ കയറി കഴിഞ്ഞാൽ സൈഡിൽ ഫോളോ ബട്ടൺ ഉണ്ടാവും. ആ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലിങ്ക് എനേബിൾ ആയി വരും. ആ ലിങ്കിൽ എഴുതിയിട്ടുണ്ടാവും ബയോളജി SSLC ബയോളജി MS പ്രഡിക്ഷൻ PDF എന്ന് പറഞ്ഞിട്ട്. ആ പ്രഡിക്ഷൻ PDF നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ വായിക്കുക. അല്ലെങ്കിൽ മലയാളം മീഡിയക്കാർക്ക് പറഞ്ഞ അതേ പേജ് നമ്പർ എടുത്തിട്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നോക്കാം. ഓക്കെ. രണ്ടും ഒരേ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് പേജ് നമ്പർ ഏകദേശം സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഏതായാലും ഈ MS വ്ളോഗ് എന്ന് പറയുന്ന ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് ഈ ഒരു ചാനലിലൂടെ പോകാം. നിങ്ങൾക്ക് എൻ്റെ എല്ലാ തരം MS ആരാണെന്നൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടി മനസ്സിലാകും. MS സൊല്യൂഷൻ ആരാന്നുള്ളത് നിങ്ങൾക്ക് ആ ചാനലിലും കാണാൻ പറ്റും. രണ്ട് മാറ്റമൊന്നുമില്ല, ഒക്കെ ഒന്ന് തന്നെ, രണ്ടും ഒരാൾ തന്നെ അല്ലേ, എന്താ മാറ്റമുള്ളത്? ഓക്കെ. അവിടെ ഷാറുഖ് ഖാനെ പോലെ തോന്നും, ഇവിടെ വിജയിനെ പോലെ തോന്നും. എന്തൊരു മാറ്റം, ഒക്കെ സിനിമ സ്റ്റാർ തന്നെയല്ലേ. ആയിക്കോട്ടെ. സോ ഗൈസ്, വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്തില്ലെങ്കിലും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ. പരീക്ഷാ പേപ്പറിൽ പണി കിട്ടും മക്കളെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്തോളി. ഓക്കെ. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കണം. നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കൺ കൊണ്ട് നെക്കിയിട്ട് എന്താ പറയുക, ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം. അല്ലെ പണി കിട്ടും മക്കളെ. ഓക്കെ ഗൈസ്, വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.